Hello everyone. In today's class we are going to discuss how to use indefinite articles a and an correctly in English language. At least some of us will be having doubts regarding that. So let's have a look at that. We know that in English language there are mainly three articles: the, a, an. The is known as the definite article and a and an are known as the indefinite articles. സോ നമ്മൾ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിന് കാരണം എന്തെന്നാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്ന ഒരു രീതി എന്താണ്? എ യൂസ് ചെയ്യുന്നത് കോൺസണൻസിന് മുന്നെയാണ്, ആൻ യൂസ് ചെയ്യുന്നത് വവൽസിന് മുന്നേ ആണെന്ന് ഉള്ള ഒരു ഐഡിയ മാത്രമാണ് നമുക്കുള്ളത്, അല്ലേ? നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പം ആൻ യൂസ് ചെയ്യേണ്ടത് വവൽ സൗണ്ട്സ് ആയിട്ടുള്ള എ, ഇ, ഐ, ഒ, യു ഈ ലെറ്റേഴ്സിന് മുന്നേ ആണെന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു അറിവ് കൊണ്ടാണ് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസസും കൂടുതൽ. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ആൽഫബറ്റ് 26 ലെറ്റേഴ്സ് ഉണ്ടല്ലേ, പക്ഷേ ഈ 26 ലെറ്റേഴ്സ് മാത്രമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 44 ഫോണീംസ് ഉണ്ട്. ഈ 44 സൗണ്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എയും ആനും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസണന്റ് ആൻഡ് വവൽ ലെറ്റേഴ്സിന് മുന്നേ അല്ല എയും ആനും ഉപയോഗിക്കുന്നത്, പക്ഷേയോ സൗണ്ട്സിന് മുന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് നോക്കിയിട്ടാണ് എയും ആനും കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ എക്സാമ്പിൾസ് മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങൾ ഫസ്റ്റ് വേർഡ് നോക്കിക്കേ. ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഇറ്റ്സ് യൂണിയൻ അല്ലേ? ഇതാണ് അതിൻ്റെ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്, നമ്മളെ ഇപ്പോൾ പഠിപ്പിച്ച ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ എ, ഇ, ഐ, ഒ, യുവിന് മുന്നേ നമ്മൾ എന്ത് ചേർക്കുമായിരുന്നു? ആൻ ചേർക്കുമായിരുന്നു. പക്ഷേ ഈ വേർഡ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്ന സൗണ്ട് ഏതാണ്? ഇറ്റ്സ് യ സൗണ്ട്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് യു എന്ന് പറയുന്ന ലെറ്റർ ആണോ അതോ സൗണ്ട് ആണോ? സൗണ്ട് ആണ്, യ സൗണ്ട്. യ എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട് വരുമ്പോൾ നമ്മളപ്പോൾ ഏത് ആർട്ടിക്കിളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഇറ്റ്സ് എ യൂണിയൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് വേർഡ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഇ ആണ്. ഇ വരുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് കയറി ആൻ എഴുതാൻ പറ്റുമോ? ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ഇ ഡബ്ല്യു ഇ, ഈവല്ല, ഇറ്റ്സ് യു. നമ്മൾ പെണ്ണാടെന്ന് പറയില്ലേ, അതാണ് യു. സോ ഇതെങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? ഇതാണ് അതിൻ്റെ ഫൊണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് യ സൗണ്ട് ആണ്, അതൊരു കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ വരും? എഗെയിൻ എ യു. ഓക്കെ, നിങ്ങളിനി അടുത്ത രണ്ട് വേർഡ്സ് നോക്കിക്കേ. എച്ച് എ ഐ ആർ, എച്ച് ഇ ഐ ആർ. ഇത് രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ സെയിം ആണോ? എച്ച് എ ഐ ആർ എന്താണ്? ഇറ്റ്സ് ഹെയ. എച്ച് ഇ ഐ ആറോ? എയ. ഇവിടെ ഫസ്റ്റ് വന്ന സൗണ്ട് ഏതാണ്? ഹ സൗണ്ട് ആണ്. ഹ സൗണ്ട് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. എഗെയിൻ ഇവിടെ നമ്മളപ്പോൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ആൻ ഹെയർ ആണോ എ ഹെയർ ആണോ? ഇറ്റ്സ് എ ഹെയർ. ഓൾ റൈറ്റ്. ബട്ട് നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. എച്ച് ഇ ഐ ആർ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എയ എന്നാണ്. ഫസ്റ്റ് വന്ന സൗണ്ട് ഏതാണ്? എ സൗണ്ട്. അതൊരു വവൽ സൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ? ആൻ ആണ്. ഓൾ റൈറ്റ്. ഇനി നമ്മൾ ചില അബ്രീവിയേഷൻസിൻ്റെ കേസ് എടുത്ത് നോക്കുക. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് MLA. അവിടെ ഫസ്റ്റ് വരുന്ന സൗണ്ട് മ സൗണ്ട് അല്ല, പക്ഷേയോ എ സൗണ്ട് ആണ്. നമ്മൾ MLA എന്നല്ലേ പറയുന്നത്, എ സൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? എ ഇസ് എ വവൽ സൗണ്ട്. അപ്പോൾ അവിടെ ഏതായിരിക്കും? ആൻ ആണ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് വരുമെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് ഓറഞ്ച്, ഓ സൗണ്ട് ആണ്, വവൽ സൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും? ആൻ. ദിസ് ഇസ് ക. ഫസ്റ്റ് ഏത് സൗണ്ട് ആണ്? ഖ സൗണ്ട്. ഖ ഇസ് എ കോൺസണന്റ് സൗണ്ട്. സോ ഇവിടെ ഏതായിരിക്കും ആർട്ടിക്കിൾ? എ. അംബ്രല്ല, ഫസ്റ്റ് യു ആണ്, ലെറ്റർ വന്നിരിക്കുന്നത് സൗണ്ട് എ സൗണ്ട്. ആ ഇസ് എ വവൽ സൗണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആർട്ടിക്കിൾ? ആൻ അംബ്രല്ല. ഓൾ റൈറ്റ്. ഹയർ സെക്കൻഡറി, ഇവിടെ ഫസ്റ്റ് സൗണ്ട് ഏതാണ്? ഹ സൗണ്ട്. ഹ എന്ത് സൗണ്ട് ആണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആർട്ടിക്കിൾ? എ. എ ഹയർ സെക്കൻഡറി. പക്ഷേ ഇവിടെ ഹയർ സെക്കൻഡറി എച്ച് വന്നു, നമ്മൾ ഹ സൗണ്ട് പറഞ്ഞു,
കോൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് എ എഴുതി. പക്ഷെ അതുപോലെ നിങ്ങൾ ഈ രണ്ട് വേർഡ്സ് ഒന്ന് നോക്കിക്കേ. എച്ച് വെച്ച് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ വരുന്ന സൗണ്ട്സ് ഏതാണ്? ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഓണസ്റ്റ്. ഇതോ? അവർ. ഓണസ്റ്റ് അവർ. ആദ്യം വന്ന സൗണ്ട്സ് ഏതാണ്? അ. ഓക്കെ, അ വരുമ്പോൾ അത് എന്ത് സൗണ്ടാണ്? വവൽ സൗണ്ടാണ്. വവൽ സൗണ്ട് വരുമ്പോൾ അവിടെ ഏതാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടത്? ആൻ. ആൻ അവർ, ആൻ ഓണസ്റ്റ്, ബട്ട് എ ഹയർ സെക്കൻഡറി. ഓൾ റൈറ്റ്. ഇനി നമ്മൾ അബ്രീവിയേഷൻസിൻ്റെ കേസ് പറഞ്ഞു. എം പി എന്ന് പറയുമ്പോൾ മ സൗണ്ട് അല്ല, എം എ സൗണ്ട് ആണ് ഫസ്റ്റ് വരുന്നത്. എ ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ആൻ എം പി എന്നാണ് പറയുന്നത്. എച്ച് ഒ ഡി എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ എച്ച് പറയുന്നത്. എച്ച് ഒ ഡി ഫസ്റ്റ് സൗണ്ട് എ സൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ആൻ എച്ച് ഒ ഡി. ബട്ട് സി ഇ ഒ എന്നുള്ള അബ്രീവിയേഷൻ നോക്കൂ. അതിൽ ഫസ്റ്റിൽ വരുന്ന ഏത് സൗണ്ട് ആണ്? സ സൗണ്ട് ആണ്. സ ഇസ് എ കോൺസണന്റ് സൗണ്ട് അഗെയിൻ. സോ അവിടെ ഏതായിരിക്കും വരുന്ന ആർട്ടിക്കിൾ? ഇറ്റ്സ് ഇ സി ഇ ഒ. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ ലെറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടില്ല എയും ആനും എഴുതേണ്ടത്, പക്ഷേ സൗണ്ട്സ് നോക്കിയിട്ടായിരിക്കണം. കോൺസണന്റ് സൗണ്ട്സ് ഏതാണ്, വവൽ സൗണ്ട്സ് ഏതാണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങളിങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള വേർഡ്സ് കോമെൻറ്റ് ഇറ്റ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഫോളോ ടു ജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.